ഇന്ന് രാത്രി ഒരു 10 ലക്ഷം പേരെങ്കിലും ഈ സ്ഥലത്ത് കാണും. സംഗതി എന്താണെന്നും സ്ഥലം ഏതായെന്നും മനസ്സിലായോ? ദാ ആ കാണുന്നതാണ് ടൈം സ്ക്വയറിലെ പ്രശസ്തമായ ബോൾ ഡ്രോപ്പിംഗ് ചെയ്യുന്ന സ്ഥലം. ആ ഒരു ടവറിൻ്റെ മേളീന്ന് ഒരു ഫ്ലാഗ് പോൾ പോലെ വന്നിട്ട് മേളീന്ന് പതിയെ ഒരു ബോൾ താഴേക്ക് വരുന്നതാണ് ബോൾ ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോൾ ഡ്രോപ്പിങ്ങിന് വേണ്ടി പല സ്ഥലത്തുനിന്നും പല രാജ്യത്തുനിന്നും വരെ ആൾക്കാർ വന്ന് ഇവിടെ കൂടാറുണ്ട്. അപ്പോൾ നമുക്ക് ബോൾ ഡ്രോപ്പിംഗ് ഒക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ 31-ാം തീയതി ഒരു ഉച്ചയാകുമ്പോൾ തൊട്ട് നമ്മൾ അവിടെ കയറി പറ്റിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാ റോഡുകളും തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കും. ആപ്പടെ 2 അവന്യൂ മാത്രം ഓപ്പൺ ചെയ്ത് വെക്കും. അതും 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. 4 മണിക്ക് മുമ്പ് അകത്ത് കയറി പറ്റുന്നവർക്ക് മാത്രം ഇത് കാണാൻ പറ്റുള്ളൂ. ഇനിയും ചില ഹോട്ടലുകളും പിന്നെ ചില റെസ്റ്റോറൻറ്റ്സും ഒക്കെ അതിന് ചുറ്റുമുണ്ട്. അപ്പം അവരൊക്കെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹൈ റേറ്റ് ആയിരിക്കും. ഒരാൾക്ക് $700 $1000 വരെ മേടിക്കും. എന്നിട്ട് നമുക്ക് അവിടെ പോയിരുന്ന് കാണേണ്ടവർക്ക്. ഇനി ടൈം സ്ക്വയർ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നറിയാമോ? ന്യൂയോർക്ക് ടൈംസ് മാഗസീൻ 1904 അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങോട്ട് മാറ്റി. അതിനുശേഷമാണ് ഇതിന് ടൈം സ്ക്വയർ എന്നൊരു പേര് വന്നത്. അതിന് മുമ്പ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ലോങ് ഏക്കർ സ്ക്വയർ എന്നായിരുന്നു. ആ വർഷം തന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് ന്യൂ ഇയേഴ്സ് ഈവിൻ്റെ സെലിബ്രേഷൻ നടന്നതും. പിന്നീട് ഈ ബോൾ ഡ്രോപ്പിംഗ് വന്നത് 1907 ഇനി ടൈം സ്ക്വയർ എവിടെയാണെന്നറിയാവോ? അത് മിഡ് ടൗൺ മെൻഹാറ്റനിൽ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. അത് ബ്രോഡ്വേയും 7th അവന്യൂ 42nd സ്ട്രീറ്റും കൂടെ കൂടുന്ന ഒരു ജംഗ്ഷനാണ് ഈ ടൈം സ്ക്വയർ. ഇത് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ലൈറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ബിൽ ബോർഡ്സും അഡ്വർടൈസ്മെൻറ്റ്സും പിന്നെ 24/7 ബിസിനസ്സും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതും പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് നടക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ചിലർ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം ഇവിടെ. പിന്നെ മിക്കപ്പോഴും കാണാൻ പറ്റുന്ന ബോഡി പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. അവരിതിലേക്കൂടെ നടക്കും. അവരുടെ കൂടെ നിന്നും പിക്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇവിടെ തന്നെ കാണാൻ പറ്റും ചിലരൊക്കെ കോസ്റ്റ്യൂം ഇട്ട് നടക്കുന്നത്. ആ കോസ്റ്റ്യൂം ഇട്ടവരുടെയും കൂടെ നിന്ന് പിക്ചർ എടുക്കുമ്പം അവർക്കും പൈസ കിട്ടും. അതെല്ലാം ഓരോ തരത്തിലുള്ള ജോലികളാണ് ഇവിടെ. സിറ്റിയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 50 മില്യൺ ആൾക്കാർ ഒരു വർഷം ഇവിടെ വന്നു പോകുന്നുണ്ട്. ബോൾ ഡ്രോപ്പിംഗ് കാണാൻ തന്നെ 1 മില്യൺ ആൾക്കാരാണ് വരുന്നത്. ഇത് കൂടാതെ 1 ബില്യൺ ആൾക്കാരോളം വേൾഡ് വൈഡ് ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ കാണുന്നുമുണ്ട്. അവിടെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നത് കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പിലിരിക്കുന്ന ആൾക്കാരുടെ പിക്ചർ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ വലുപ്പത്തിൽ കാണിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയിരിക്കുന്നവരാണ്.